പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ടൈപ്പിസ്റ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ PSC ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ക്ലർക്ക് ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് ക്ലർക്ക് എന്നൊക്കെ പറയുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള നിയമനം വരുന്ന ജില്ലാ അടിസ്ഥാനത്തിൽ നിയമനം നടക്കുന്ന ഒരുപാട് നിയമനങ്ങൾക്ക് സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് ഈ പറഞ്ഞ ക്ലർക്ക് ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞ ഈ ഒരു പരീക്ഷ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. പ്രത്യേകിച്ചും ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്കായിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ കുറച്ച് ടൈപ്പിസ്റ്റ് പരീക്ഷകളൊക്കെ ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നടന്നിരുന്നു. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ. അപ്പോൾ LD ടൈപ്പിസ്റ്റും ഒക്കെ കഴിഞ്ഞു നമുക്ക് അടുത്തിടെയായിട്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇനി വരാൻ പോകുന്ന ഏറ്റവും മികച്ച ഒരു തസ്തികയാണ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ടൈപ്പിസ്റ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ മികച്ച ഒരു അവസരമാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്ത് പഠിക്കുക. അടുത്ത വർഷം ഇതിന്റെ പരീക്ഷ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ കൃത്യമായിട്ട് നേരത്തെ തന്നെ പഠനം ആരംഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ വലിയ കോമ്പറ്റീഷൻ മറികടന്ന് ഉയർന്ന റാങ്കുകൾ നേടി ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തൊട്ട് മുന്നിലത്തെ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. പ്രീവിയസ് നോട്ടിഫിക്കേഷൻ അന്നത്തെ കാറ്റഗറി നമ്പർ 103/2019 എന്നുള്ളതാണ്. ഇതിനുശേഷം ഈ തസ്തികയിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകളൊക്കെ നടന്നിട്ടുണ്ട്. അതേസമയം ജനറൽ ആയിട്ട് നടന്ന ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ 103/2019 എന്നുള്ളതായിരുന്നു. ക്ലർക്ക് ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് ക്ലർക്ക് എന്നുള്ളതായിരുന്നു പേര്. അന്ന് ഇത് ശരിക്കും ആ സമയത്ത് PSCയുടെ എന്താണ് പ്രിലിംസും മെയിൻസും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ നടന്നൊരു പരീക്ഷ. പക്ഷെ ഇപ്പൊ നമുക്കറിയാം ഒറ്റ പരീക്ഷയേ ഉള്ളൂ. അങ്ങനെ പ്രിലിംസും മെയിൻസും ഒക്കെ PSC എടുത്ത് മാറ്റി ഒറ്റ പരീക്ഷയായിട്ടാണ്. ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്ക് ഒരു സിലബസ് ഉണ്ട്, അത് നമുക്കറിയാം. PSC വളരെ വിശദമായിട്ട് ആ സിലബസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചോദ്യ പേപ്പറുകളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഉള്ള പരീക്ഷകൾ നടക്കുക. ഒരു 90% അതേ സിലബസിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷകൾ നടക്കുക. അപ്പോൾ അതേ സിലബസിന്റെ അടിസ്ഥാനത്തിൽ I+ ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കുന്നുണ്ട്. വളരെ ചെറിയ ഫീസിൽ I+ന്റെ ടൈപ്പിസ്റ്റ് കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒട്ടേറെ പേർ ഇതിന് മുന്നേയുള്ള പരീക്ഷകൾ ഉയർന്ന മാർക്ക് നേടിയിട്ടുള്ള അതേ നിലവാരമുള്ള കോഴ്സ് തന്നെയാണ് ഈ പരീക്ഷയ്ക്കായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഏജ് ലിമിറ്റ്, ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ആയിരുന്നു. SC ST OBC വിഭാഗങ്ങൾക്ക് അതനുസരിച്ചുള്ള യൂഷ്വൽ ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് വേണം. അതിനുശേഷം മലയാളം ലോവർ, ഇംഗ്ലീഷ് ലോവർ, അതിൻ്റെ കൂടെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരുന്നത് കേട്ടോ. ഇതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹാജരാക്കാം. എങ്കിലും ഈ ക്വാളിഫിക്കേഷനിൽ വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് തന്നെയായിരിക്കും ബേസിക് ആയിട്ട് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഈ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇത് വളരെ മികച്ച ഒരു അവസരമാണ്. ഇതിന്റെ റാങ്ക് ലിസ്റ്റ്, കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ റാങ്ക് ലിസ്റ്റ് 2022 അവസാനവും 2023 ആദ്യവുമായിട്ട് വന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഏതാണ്ട് 1.5 വർഷത്തോളമായി റാങ്ക് ലിസ്റ്റ് വന്നിട്ട്. അപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഇതിന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുകൂടാതെ വേർഡ് പ്രോസസ്സിങ്, ഈ പറഞ്ഞ എന്താണ് മൈക്രോസോഫ്റ്റ് വേർഡ്, അതേപോലെ എക്സൽ, പവർ പോയിന്റ്, ഈ 3 ടൂളുകളും ചോദിക്കും. അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് ചോദിക്കും. എല്ലാം 2007 ആണ് പറയുന്നത്. വേർഡ് ആണെങ്കിലും എക്സൽ ആണെങ്കിലും പവർ പോയിന്റ് ആണെങ്കിലും 2007 വേർഷനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കഴിഞ്ഞ തവണത്തെ സിലബസിലൊക്കെ ഉണ്ടായിരുന്നത്. ഇത്തവണ അത് അപ്ഗ്രേഡ് ചെയ്തേക്കാം ഒരു പക്ഷേ സ്റ്റിൽ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ 40 മാർക്ക് കമ്പ്യൂട്ടർ ആണ്, 20 മാർക്കിന് മലയാളം ഉണ്ട്, 20 മാർക്കിന് ഇംഗ്ലീഷ് ഉണ്ട്, 10 മാർക്കിന് ടൈപ്പിസ്റ്റ് മീൻസ് ടൈപ്പ് റൈറ്റർ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 10 മാർക്കിന് പഠിക്കാനുള്ളത്. 10 മാർക്ക് ജനറൽ നോളജ് ആണ്. കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് ജനറൽ നോളജിൽ വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടി വരിക. അപ്പോൾ ഒട്ടും വൈകണ്ട, നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. വളരെ ചെറിയ ഫീസിൽ I+ന്റെ ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ്ങിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഹൈ ക്വാളിറ്റി വീഡിയോസ്, റെക്കോർഡഡ് വീഡിയോസും, അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള നോട്ട്സുകളുടെ അവൈലബിലിറ്റി, അതുപോലെ തന്നെ ക്വിസുകൾ, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ, ഓരോ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ക്ലിയർ ചെയ്യാനുള്ള സൗകര്യം, അതൊക്കെ നമ്മുടെ കോഴ്സിന്റെ പെക്യുലാരിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും വൈകണ്ട, ഇന്ന് തന്നെ എൻറോൾ ചെയ്യുക, നന്നായിട്ട് തയ്യാറെടുപ്പ് ആരംഭിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.